ഇവിടെ നമ്മൾ പറയാൻ പോണത് എസ് എൻ ഈക്വൽ ടു, ഈ എസ് എൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് എൻ ടേംസ് ആണ്. എൻ ടേംസുകളുടെ സമ്മാണ് എസ് എൻ എന്ന് പറയുന്നത്. അതിന്റെ ഫോർമുല n/2 2a പ്ലസ് n മൈനസ് 1 d. എ ആരാന്നറിയാം, ഡി ആരാന്നറിയാം. ഇത് ഈ ഫോർമുല വേറെ രീതിയിലും കൂടി എഴുതാൻ പറ്റും. എസ് എൻ ഈക്വൽ ടു n/2 a പ്ലസ് എൽ എന്ന് എഴുതാൻ പറ്റും. ഇത് എൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈം ആണ്. ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് ഈ ഫോർമുല ഉപയോഗിക്കാൻ പറ്റും. ഇത് എസ് എൻ എന്ന് പറഞ്ഞാല് ഈ ഫോർമുലയിൽ നിന്ന് ഞാൻ 2a രണ്ട് പീസാക്കി, എ പ്ലസ് എ ആക്കി ഞാൻ. അപ്പൊ നോക്ക് n/2 എ ഫസ്റ്റ് ടൈം, ഇത് നോക്ക് ലാസ്റ്റ് ടൈമിന്റെ ഫോർമുല അല്ലേ എ പ്ലസ് n മൈനസ് 1 d. അപ്പൊ ഈ രണ്ട് ഫോർമുലയും സെയിം ആണ്. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഏത് ഫോർമുലയാണ് ഏറ്റവും ഫിറ്റ് എന്ന് നോക്കിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങണം. നമ്പർ ഓഫ് ടേംസ് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് ടേംസ് കാണുന്ന ക്വസ്റ്റ്യൻ 7നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 3 ഡിജിറ്റ് നമ്പർ ആവണം. അപ്പൊ നമുക്ക് 100 ആണ് ഏറ്റവും നമുക്ക് പരിചയമുള്ള 3 ഡിജിറ്റ് നമ്പർ. അത് 7നെ കൊണ്ട് ഡിവൈഡ് 14 ആണ്. അപ്പൊ 15 ഇൻറ്റു 7 ചെയ്തോ 105. ഫസ്റ്റ് 7ന്റെ ഡിവിസിബിൾ കിട്ടി. പിന്നെ ഞാൻ 999 7നെ കൊണ്ട് കിട്ടിയപ്പോ 142 കിട്ടി. അപ്പോ 142 ഇൻറ്റു 7 ചെയ്തപ്പോ 994 കിട്ടി. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ എ പിന്റെ nth ടേം ആണ് ചോദ്യം. അപ്പോ അതിന്റെ വാല്യൂസ് ഒക്കെ ഇട്ടുകൊടുത്തു. ഞാൻ എന് ഇട്ടുകൊടുത്തു, ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും ഇട്ടുകൊടുത്തു. സിംപ്ലിഫൈ ചെയ്തപ്പോൾ എനിക്ക് ആൻസർ കിട്ടി. ഇതിന് പുറമെ എസ് എൻ എന്നുള്ള ചോദ്യം ഇതിലില്ല, ഞാൻ കണ്ടുപിടിക്കാൻ പോണേ. എസ് എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 128 ആണ്. സമ്മ് ചോദിച്ചിട്ടില്ല കേട്ടോ, ഞാൻ മനഃപൂർവ്വം എഴുതാണ്. അപ്പൊ 128 ഡിവൈഡഡ് ബൈ 105 പ്ലസ് ലാസ്റ്റ് ടൈം എഴുതി. ഇത് ഇവിടെ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഇതിന്റെ ആൻസർ കിട്ടി. ഇതൊരു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. nth ടേം, ഈ രണ്ട് എ പിന്റെ nth ടേം സെയിം ആണ്. റയർ ആയിട്ട് നടക്കുന്ന കാര്യം. അത് ഏത് ടേം ആണെന്നാണ് ചോദ്യം. 10ാമത്തെയോ 100ാമത്തെയോ 7ാമത്തെയോ ഏതോ ടേം റയർ ആയിട്ട് രണ്ട് എ പികൾക്ക് റയർ ആയിട്ട് ഈക്വലായി വന്നതാണ്. റയർ ആയിട്ടേ വരുള്ളൂ. അപ്പൊ ഒന്നാമത്തിന്റെ nth ടേം രണ്ടാമത്തിന്റെ nth ടേം സെയിം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടു. ഡാഷ് ഇടാനുള്ള കാരണം ഒന്നാമത്തെ രണ്ടാമത്തെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒന്നാമത്തിന്റെ 63 പ്ലസ് n മൈനസ് 1 d വാല്യൂസ് ഇട്ട് കൊടുത്തു, ഇപ്പുറത്തും വാല്യൂ ഇട്ട് കൊടുത്തു. ഇനി ഇത് മര്യാദയ്ക്ക് ചെയ്യാം, സ്കൂൾ മെത്തേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഒക്കെ തുറന്ന് അലമ്പാക്കും. ഞാൻ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള മെത്തേഡ് ചെയ്തു. ആ 3 എടുത്ത് ഇങ്ങോട്ട് ഇട്ടു, ആ ടേമിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർ ചെയ്തു. നോക്ക്, ഇടത്തെ ഭാഗത്ത് നല്ല രസമാണ് കാണാന്. 7 ഇൻറ്റു എന്തോ മൈനസ് 2 ഇൻറ്റു എന്തോ. സെവൻ മൈനസ് n മൈനസ് 1 മൈനസ് 2 ഇൻറ്റു n മൈനസ് 1. ഈ ഒരു സാധനം നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നല്ലതാ. 7 ആനക്കുട്ടിന്ന് 2 ആനക്കുട്ടി പോയി 5 ആനക്കുട്ടി അല്ലേ? അതിനാണ് എന്റെ കോൺസെപ്റ്റ്. 7 എന്തോ ഒരു സാധനത്തിന് 2 സാധനം 5 ആണ്. അപ്പൊ നോക്കി, ഇത് വളരെ കാര്യങ്ങൾ എളുപ്പമായി. അപ്പൊ നമുക്ക് 60/5 n മൈനസ് 1 കിട്ടി. n ഈക്വൽ ടു 13 കിട്ടി. 20th ടേം ഫ്രം ദ ലാസ്റ്റ്. ഈ ഒരു എ പിന്റെ 20th ടേം ഫ്രം ലാസ്റ്റ് വേണം. ഇത് നല്ല പരിപാടി. എന്താ വെച്ചാല് 20th ടേം ഫ്രം ദ ലാസ്റ്റ് എന്ന് പറഞ്ഞാല് അത് എന്താണ്? 20th ടേം ഫ്രം ദ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി. അതായത് നേരെ ഈ സാധനത്തിന് തലകുത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു. നോക്ക്, 5 കൂടി പോണതിന് 5 കുറച്ച് എഴുതി. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? a പ്ലസ് 19 d, എന്റെയും ഡിന്റെയും വാല്യൂ ഇട്ടു കൊടുത്തു. ഇവിടെ d -5 ആണ്. എനിക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഫസ്റ്റ് ടേം ഇവിടെ തന്നിട്ടുണ്ട്. a ഈക്വൽ ടു d ആണ്. an തന്നിട്ടുണ്ട്. nth ടേം ലാസ്റ്റ് ടേം തന്നിട്ട് 45. 400 ആണ് സം എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എസ് എന്നിന്റെ ഈ ഫോമിലാണ് ഉപയോഗിക്കാൻ നല്ലത്. കാരണം ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം തരുന്നിടത്തോളം നമുക്ക് ഈ ഫോമിലാണ് നന്നാവാം. അപ്പൊ 400 ഇട്ട് കൊടുത്തു, വാല്യൂസ് ഇട്ട് കൊടുത്തു. അപ്പൊ 800 ഈക്വൽ ടു എങ്ങനെ ആ 2 ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്താണ് കിട്ടിയത്. എന്നിന്റെ വാല്യൂ എനിക്ക് കിട്ടി 16. ഇനി a16 എന്ന് പറഞ്ഞത് എന്താ വരിക? a പ്ലസ് 15 d ആണ് വരിക. കാരണം നമുക്ക് n മാത്രം വരെ ഡിയും കൂടി കാണണം. എന്നിട്ട് ഞാൻ ആ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 45ഉം 5ഉം ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എനിക്ക് 40 ഈക്വൽ ടു 15 d എന്ന് കിട്ടി. d ഈക്വൽ ടു 8/3 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റിൽ പോവാണ്. ഒരു കോൺട്രാക്ടർ ജോബ് സ്പെസിഫൈ എ പെനാൽറ്റി ഫോർ ഡിലേയിങ് കംപ്ലീഷൻ ബിയോണ്ട് എ സർട്ടൺ ഡേറ്റ്. ഫസ്റ്റ് ഡേ ഡിലേ ആയ, അഥവാ നമ്മളൊരു വർക്ക് തന്നിട്ട് ഒരു ദിവസം ഡിലേ ആയ 200 rupees ആണ് പെനാൽറ്റി ഉണ്ടാവുക. 2 ദിവസം ഇതാണെങ്കിൽ വീണ്ടും ഒരു 250 കൂടി രണ്ടാമത്തെ ദിവസം കൂടും. പിന്നെ മൂന്നാമത്തെ ദിവസം 30 കൂടും. ഇവർ 30 ഡേ ഡിലേ ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 200 പ്ലസ് 250 പ്ലസ് എക്സെട്ര 300 30 ടേംസ് ആണ് ഉണ്ടാവുക. അതില്
ഫോർമുല എന്താ 30/2 2a + 29d. ഇവിടെ എന്റെ വാല്യൂ ഡിന്റെ വാല്യൂ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എനിക്ക് ആൻസർ കിട്ടി 27,7. അടുത്തത് എ സം ഓഫ് 700. അപ്പോ സം ഓഫ് 700 എന്ന് പറഞ്ഞാൽ S7 കിട്ടി 700 അല്ലെ. S7ന്റെ ഫോർമുല എന്താ? S7 എന്ന് പറഞ്ഞാൽ 7/2 2a + 6d. ഇവിടെ നമുക്ക് 2 കോമൺ ആയിട്ട് പുറത്തെടുക്കാം, കട്ട് ചെയ്യാം. അതേപോലെ 7 കട്ട് ചെയ്താൽ എനിക്ക് സൗകര്യമുള്ള കുറച്ച് സമാധാനം കിട്ടി. 100 + a + 3d എന്ന് കിട്ടി. ഇവിടെ 220 ആണ് മാറ്റം എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. കണ്ടോ, ഞാൻ ആകെ ചെയ്തത് ഫസ്റ്റ് ലൈൻ വായിച്ചതാ. ഇങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ വേർഡ് പ്രോബ്ലം ചെയ്യേണ്ട രീതി. നോക്ക്, ഈ ഒരു ലൈൻ മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. കണ്ടോ, ടോട്ടൽ 700 ആണെന്ന്. ഞാൻ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തെടുത്തുണ്ടാക്കിയതാ. ഇനി അടുത്ത ലൈൻ വായിച്ചോ, 200. കാരണം ഇവിടെ മുതൽ ഇവിടം വരെ വായിച്ചുണ്ടാക്കുന്ന അധ്വാനം ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത പിന്നെ ഇതിൽ നിന്ന് കിട്ടേണ്ട മുഴുവൻ കിട്ടി. എന്നിട്ട് ഇത് അപ്ലൈ, ഇത് വേർഡ് പ്രോബ്ലം അപ്ലൈ ചെയ്യാനുള്ള സ്കില്ലാണ്. ഇത് മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്യുക. നമ്മളെ ലാഡറിന്റെ ക്ലാസ്സിൽ, ഓഫ്ലൈൻ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഇത് മെല്ലെ മെല്ലെ ബിൽഡ് ചെയ്ത് തരും. എന്താ, കൂടുതൽ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ ഈ സ്കില്ല് നിങ്ങൾക്ക് മെല്ലെ മെല്ലെ കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പൊ D = 20. a + 3 × 20 ആ വാല്യൂ ഇട്ട് കൊടുത്തു. എന്റെ വാല്യൂ 40 കിട്ടി. അപ്പൊ 40, 60, 80 എക്സെട്ര 140. നമുക്ക് 7 ആളുകളെയും കിട്ടി. ഇതാണ് നമ്മളെ ആൻസർ. ഒരു സ്കൂളില് കുട്ടികള് എന്ത് ചെയ്തു? തീരുമാനിച്ചു. എന്താണ്? പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് തീരുമാനിച്ചു? ട്രീസ് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. 1ാം ക്ലാസ്സിലെ കുട്ടികൾ ഒരു ട്രീ ആണ് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. 2ാം ക്ലാസ്സിലെ കുട്ടികൾ 2 ട്രീ ആണ് അസൈൻ ചെയ്തത്. 3ാം ക്ലാസ്സിലേത് 3 ട്രീ ആണ്. അങ്ങനെ 12 ട്രീ അപ്ലൈ ചെയ്തു. ഓരോരുത്തര് പ്ലാന്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അതിനെ ഇൻറ്റു 3 ചെയ്തു. കാരണം ഓരോ ബാച്ചും 3 ഡിവിഷൻ ഉണ്ട്. ഇത് ആഡ് ചെയ്യാനാണ്. ഇതെങ്ങനെ ഉണ്ടാവുക? 12/2 ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഇൻറ്റു 3. ഞാനിത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടി 234. അടുത്തത് 200 ലോഗ്സ് ഉണ്ട് അതില്. ഇത് NCERT ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ലോഗില്, ലാസ്റ്റ് ലൈനില് എത്ര ഉണ്ട്? 20 എണ്ണം ഉണ്ട്. 20 എണ്ണം. ഇവിടെ 19 എണ്ണം ഉണ്ട്. ഇവിടെ 18 എണ്ണം ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ളത്. ടോട്ടൽ 200 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 200 SN = 200 ആണ്. A = 20 ആണ്. D = എന്താണ്? 19 - 20 എന്ന് പറഞ്ഞാൽ -1 ആണ്. n/2 ഫോർമുല ഞാൻ എഴുതി. SNന്റെ ഫോർമുല എഴുതിയിട്ട് ഈ വാല്യൂസ് ഒക്കെ ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ 2നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. സത്യം പറഞ്ഞാല് ബ്രാക്കറ്റ് തുറന്നപ്പോ എനിക്ക് ഇങ്ങനെ കിട്ടി. അഥവാ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഈ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് √(b² - 4ac) A എന്ന് പറഞ്ഞാൽ 1 ആണ്, B എന്ന് പറഞ്ഞാൽ -41 ആണ്, C എന്ന് പറഞ്ഞാൽ 400 ആണ്. ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എനിക്ക് ആൻസർ കിട്ടി 9 എന്ന് കിട്ടി. അപ്പൊ ഈ ഫോർമുലയിലേക്ക് ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 41 ± 9 / 2 × 1. അപ്പൊ 50/2 32/2. അപ്പൊ എന്താ കിട്ടുക? 25 or 16 എന്ന് കിട്ടും. അതില് 25th ടേം ഞാൻ കണ്ടുപിടിച്ചപ്പോൾ നെഗറ്റീവ് നമ്പറാണ് കിട്ടിയത്. 25th ടേം A + 24d ഇട്ടപ്പോൾ നെഗറ്റീവ് കിട്ടി. ഒരിക്കലും നെഗറ്റീവ് നമ്പർ വരില്ല. അപ്പൊ ഞാൻ n × 25 എന്നുള്ള വാല്യൂ റിജക്ട് ചെയ്തു. n = 16 is the ആൻസർ. ഇത് ഒരു പൊട്ടറ്റോ റൈസിന്റെ പ്രോബ്ലം ആണ്. ഈ പൊട്ടറ്റോ റൈസിന്റെ പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, ഒരാള് ഇവിടുന്ന് പൊട്ടറ്റോ എടുത്തിട്ട് 5 മീറ്റർ അകലെയുള്ളത് പൊട്ടറ്റോ എടുത്തിട്ട് തിരിച്ചു പോകും. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 5 ചാടിയിട്ട് ഇങ്ങോട്ട് വരണം. ഓക്കെ, അങ്ങനെയാണ്. അത് 10 പൊട്ടറ്റോസ് ഉണ്ട്. എത്ര? 10 പൊട്ടറ്റോസ് ഉണ്ട്. എ കോമ്പറ്റീറ്റർ സ്റ്റാർട്ട് ഫ്രം ദ ബക്കറ്റിന് സ്റ്റാർട്ട് ചെയ്യും, പിക്സ് അപ്പ് ദ നിയറസ്റ്റ് പൊട്ടറ്റോ, റൺസ് ബാക്ക് ടു ഇറ്റ്, ഡ്രോപ്പ് ഇൻ ദ ബക്കറ്റ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ. എന്നിട്ട് എന്ത് ചെയ്യും? അടുത്ത പൊട്ടറ്റോ എടുക്കും, എന്നിട്ട് അതിൻ്റെ അകത്ത് ഇടും. അങ്ങനെ കംപ്ലീറ്റ് കവർ ചെയ്യും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് പൊട്ടറ്റോന് ട്രാവൽ ചെയ്യണത് എത്രയാണ്? ഇങ്ങോട്ട് 5, ഇങ്ങോട്ട് 5. അപ്പൊ 2 × 5 ആണ്. അടുത്ത പൊട്ടറ്റോന്റെ ട്രാവലിങ്ങോ 8 ട്രാവൽ ചെയ്യണം. 8 ട്രാവൽ ചെയ്യുമ്പോൾ 2 × 8 ഉണ്ടാവുക. അങ്ങനെ 10 പൊട്ടറ്റോസ് ഉണ്ടാവുക. അപ്പൊ ഇതൊരു AP ആണ്. 10, 16, 22 എന്ന് പറഞ്ഞ AP ആണ്. അപ്പൊ S10 ആണ്. അതിന്റെ ഫോർമുല ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തപ്പോൾ എന്റെ വാല്യൂ 10ഉം ഡിന്റെ വാല്യൂ 6ഉം കൊടുത്തപ്പോൾ എനിക്ക് 370 ആൻസർ കിട്ടി.